നിഷാദ്, ഇതിനകത്ത് എടുത്തു പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 101 വയസ്സുണ്ട് വി എസിന്. 101 വയസ്സുകാരനായിട്ടുള്ള വി എസ് ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ശ്വാസതടസ്സം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ECGയിൽ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നു. ECGയിൽ വേരിയേഷൻ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം കൂടി ഉണ്ടായത്. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നു. പിന്നീട് CPR അടക്കം നൽകിയാണ് വി എസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുന്നത് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആശുപത്രി അധികൃതർ ഇന്നലെ വാക്കാൽ നമ്മളോട് വിളിച്ച് ചോദിക്കുമ്പോൾ മാത്രം പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ ചോദിക്കുന്നുണ്ട് വി എസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ അപ്ഡേഷൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കേണ്ടതായിട്ടില്ല, അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ചില ആശുപത്രിയിലെ ചില അധികൃതരുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലയിൽ ഈ പറയുന്ന പോലെ ആശാവഹമായിട്ടുള്ള ഒരു പുരോഗതി ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ആശാവഹമായിട്ടുള്ള ഒരു പുരോഗതി വി എസിൻ്റെ ആരോഗ്യ നിലവിലില്ല എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും. പക്ഷേ അത് എത്ര കണ്ട് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ട് ആശുപത്രി അധികൃതർ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കി നൽകേണ്ടതാണ്. ഇപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി ICUവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ് 101 വയസ്സുകാരനായിട്ടുള്ള കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും CPMൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴും അവ്യക്തമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നിലനിൽക്കുന്നു. കുടുംബം, അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറയുന്നത് ഈ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പറയുന്നത് അച്ഛന് കുഴപ്പമൊന്നുമില്ല, ആശുപത്രിയിൽ ചികിത്സയിലാണ്, മറ്റു കാര്യങ്ങളൊന്നും പങ്കുവെക്കാനും വി എസിൻ്റെ മകൻ അരുൺകുമാറും തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. എന്തായാലും അല്പസമയത്തിനകം ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കി വി എസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് ഒരു വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് മടങ്ങിപ്പോയി. ഇന്നലെ തന്നെ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ വന്നിരുന്നത് MA ബേബിയും MV ഗോവിന്ദനും TP രാമകൃഷ്ണനും വിളംബരം കരീമും അടക്കമുള്ള CPM നേതാക്കൾ വന്ന് വി എസിനെ കാണാതെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ആശയവിനിമയം നടത്തി മടങ്ങിപ്പോകും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് വി എസിനെ നേരിൽ കണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തത വന്നിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മൾ മൈക്ക് വെച്ചിട്ടും പ്രതികരിക്കാൻ കൂട്ടാകാതെ മുഖ്യമന്ത്രി മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആശുപത്രി അധികൃതർ തന്നെ ഇക്കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകും. വി എസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച കാര്യത്തിൽ കുടുംബം തന്നെ ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച VS അച്യുതാനന്ദൻ ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ICUവിൽ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. VS അച്യുതാനന്ദൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ വന്ന് സന്ദർശിച്ചു പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത.